ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ ഇറക്കി വിട്ട സന്തോഷത്തിൽ എല്ലാ എണ്ണങ്ങളും കൂടെ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മനു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ബബിതയും അതുപോലെ ഹരിയും കൂടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ പന്തുകേട് നമ്മുടെ മനുവിന് തോന്നി. അപ്പോഴേക്കും മനുവിന് ഇവർ രണ്ടുപേരും കണ്ടു. ഓടി അകത്തേക്ക് ചെന്ന് അച്ഛനോടും അമ്മയോടും വിവരം പറയുവാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. മനു കയറി ചെന്ന ഞാനോർത്ത് ഇവിടെ വേറെ ആരും ഇല്ല എന്നാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയും അച്ഛനോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കള്ള ലക്ഷണം. അപ്പം എന്താ രണ്ടുപേരുടെ മുഖത്തൊരു കള്ളത്തരം പോലെ. എന്ത് കള്ളത്തരം? ഒന്നുമില്ല എന്ന് കമല നേരം പറഞ്ഞു. ഉവ്വ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു എന്നിട്ട് റൂമിൽ കൂടെയൊക്കെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അലീന എന്ന് പറഞ്ഞ് വിളിച്ചു. അലീന അവിടെ ഇല്ല. പതുക്കെ അലീനയുടെ മുറി ചെന്ന് കൊട്ടി. അലീന വിളി കേൾക്കുന്നില്ല. പതുക്കെ റൂമ് തുറന്ന് നോക്കിയപ്പോൾ നിലത്തെല്ലാം വലിച്ചു വാരി എല്ലാം നിലം പരിശാക്കിയിട്ടിരിക്കുന്ന നമ്മുടെ മനു കാണും. അത് കണ്ടപ്പോൾ മനുവിന് കാര്യം മനസ്സിലായി. മനു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അലീന എന്തിയെന്ന് ചോദിച്ചു. ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ബബിതയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അലീന എന്തിയെന്ന് ചോദിച്ചു. അന്നേരം അവളെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന് കമലയുടെ ഒരു ഡയലോഗ്. പറഞ്ഞയച്ചെന്നോ? എങ്ങോട്ട്? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നതെന്ന് ശിവൻ ചോദിച്ചു. അച്ഛനും കൂടെ ചേർന്നാണ് അതൊക്കെ ചെയ്തതെന്ന് മനു ചോദിക്കുമ്പം അലീനെ ഈ വീട്ടിൽ ഇനി ആവശ്യമില്ല. അവൾ കാരണമാണ് വൈജയന്തി ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പറയുമ്പോൾ അച്ഛൻ എന്താണ് അവകാശം ഈ വീട്ടിൽ കയറി ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും ചോദിക്കുമ്പം എൻ്റെ പെങ്ങളാടാ വൈജയന്തി. അവളുടെ ഹസ്ബൻഡ് എനിക്കും എൻ്റെ അനുജനെ പോലെ തന്നെയാണ്. എൻ്റെ അനുജനെയും ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട്. ഇത് തീക്കളിയാ, പറഞ്ഞേക്കാം. അപ്പം എവിടെയാണെന്ന് വെച്ചാൽ അച്ഛൻ പോയി അലീനയെ തപ്പിപ്പിടിച്ചെടുത്തോണ്ട് പോരെ. ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ അങ്കിൾ വരുമ്പോഴേ നിങ്ങൾ വിവരം അറിയുമെന്ന് പറഞ്ഞു. അന്നേരം എന്നെ അറിയാനാണെന്ന് ചോദിച്ചു ഈ കമല. അവൻ ആദ്യം അവരുടെ ഭാര്യയുടെ കാര്യം നോക്കട്ടെ. അലീനയും ഗിലീനയൊക്കെ അവരവരുടെ വഴിക്ക് പോട്ടെ എന്നും പറഞ്ഞപ്പോൾ ഈ വലിയ ഡയലോഗ്. അപ്പം അലീന പോയിട്ട് ഇപ്പോൾ എത്ര സമയമാണെന്ന് ചോദിച്ചു. അപ്പം നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ വേണ്ടുന്ന വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ ശിവൻ മനുവിനോട് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കി നിൽക്കുക കേട്ടോ. മനു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. മനു അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവനിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ഈ കമല ചോദിച്ചു. അവനിനി എന്നാ പ്രശ്നം ഉണ്ടാക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ശിവൻ അവിടെ നിൽക്കുക. ചിലപ്പോൾ അച്ഛനോട് ഫോൺ ചെയ്ത് പറയുമായിരിക്കും എന്ന് ബബിത. അപ്പം നിനക്കൊരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ബബിതയോട് പറയുവാണ് അങ്കിള്. പോയവള് പോയി. ഇനി അവളെ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് കമല വലിയ ഡയലോഗ് അടിച്ചു. അപ്പോഴേക്കും നമ്മുടെ അലീന ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ഓട്ടോക്കാരനോട് ഓട്ടം പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെ പോകാനാന്ന് ചോദിച്ചു. അപ്പോൾ ദേവമാതാ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കുവാണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചോദിച്ച് റിസപ്ഷനിൽ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലൻ അതിൽ വരുന്നു. ബാലൻ ഇത് കണ്ടു. അലീന എന്നും പറഞ്ഞു അലീനയെ വിളിച്ചു. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. പോവുകയാണെന്ന് പറയാനാണെന്ന് പറയുമ്പോൾ ബാലൻ ഞെട്ടി കേട്ടോ. പിന്നെ മേഡത്തെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. അപ്പം നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിന്നെ ഞാൻ വീട് ഏൽപ്പിച്ചിട്ട് പോകുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം അത് സാരമില്ല അച്ഛാന്ന് അലീന പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരുമല്ലോ എന്ന് പറഞ്ഞു. ആര് വരാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ബന്ധുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അച്ഛാ എന്ന് ബാലനോട് പറയാം അലീന. ഞാനൊരു അധികപ്പറ്റാ വീട്ടിൽ നിന്ന്. നീ അധികമാണോ ശിഷ്ടമാണോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നതെന്ന് ബാലൻ ചോദിച്ചു. ഇത്രയൊക്കെ ഞാൻ കാരണം വരുത്തി വെച്ചില്ലേ. ഇപ്പോൾ മേഡത്തിൻ്റെ അവസ്ഥയും ഇങ്ങനെ ആയില്ലേ. കുറച്ച് നാളത്തേക്കെങ്കിലും ഞാൻ മാറി നിന്നോട്ടെ എന്ന് അലീന ബാലനോട് ചോദിക്കും. അപ്പോൾ ബാലനാകെ തകർന്നു പോയി. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി എന്ന് ബാലന് മനസ്സിലായി. ബാലൻ ഒന്ന് ആലോചിച്ചിട്ട് വന്നിട്ട് അലീനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് നിനക്ക് പോകണമെന്ന് ഇത്ര നിർബന്ധമാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അല്പം ഒന്ന് മാറി നിന്നാ ഈ മുറുകി നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് മയപ്പെടത്തില്ലേ. ആരും എൻ്റെ ശത്രുക്കളല്ലല്ലോ അച്ഛാ, എല്ലാവരും എൻ്റെ ആൾക്കാരല്ലേ, എൻ്റെ സ്വന്തക്കാരല്ലേ എന്ന് കലീന ഇങ്ങനെ ചോദിക്കുക. കുറച്ച് പേർക്ക് അറിയില്ല, വേറെ കുറച്ച് പേർക്ക് അറിയാം. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം എന്നൊക്കെ അലീന ഇങ്ങനെ ബാലനോട് ചോദിക്കുക കേട്ടോ. നിനക്കങ്ങനെ പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോളാൻ ബാലൻ അലീനയോട് പറയുക. അപ്പോൾ അലീന ഒന്ന് ശ്വാസം നേരെ വിട്ടു. ഈ സമയത്ത് നിന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നും അതെനിക്ക് വലിയൊരു ബലമാണെന്നും ബാലൻ അലീനയോട് പറയുക. എല്ലാവരും ഇപ്പം എന്നെ എങ്ങനെ കരുതിയിരിക്കുന്നതെന്ന് അച്ഛൻ അറിയില്ലേന്നും അലീന ചോദിക്കുന്നു. മറ്റുള്ളവരെ നുണക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റിയെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അച്ഛൻ്റെ വില ഇടിഞ്ഞു പോയില്ലേ എന്ന് അലീന ബാലനോട് ചോദിക്കും കേട്ടോ. ഞാനും തീരെ വെറുക്കപ്പെട്ടവളായില്ലേ എന്നും ചോദിച്ചു. മാഡം ആക്സിഡൻറ്റിൽ പെട്ട് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ആയതോടെ എനിക്കെന്നെ നിക്കക്കളിയില്ലാത്ത അവസ്ഥയിലും ആയില്ലേ. എല്ലാവരും എൻ്റെ നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്നും അലീന ബാലനോട് പറയുക. അപ്പോൾ വീട്ടിലുണ്ടായ പ്രശ്നം അലീന പറയുന്നില്ല. അപ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിച്ചു. ശരി, നീ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ പോയാൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും പിന്നെ മറന്നേക്കണം, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്നും ബാലൻ അലീനയോട് പറയുക. ദേ കിടക്കുന്നു പിന്നെ.
ആപത്തിൽ ഉപേക്ഷിക്കുന്ന കൂട്ടുകാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ് പ്രമാണമെന്നും അവരെപ്പോഴും സ്വന്തം തടി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി കളയുമെന്നും ബാലൻ അലീനയോട് പറയുമ്പോൾ, ഞാൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛാ പോണേന്ന് അലീന പറഞ്ഞു. അച്ഛനെയും അതുപോലെ മേഡം എന്ന് വിളിക്കുന്ന അമ്മയെയും രക്ഷിക്കാൻ വേണ്ടി ആണെന്ന് പറയുമ്പോൾ, നീ പോയാൽ അവൾ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പോയി കഴിയുമ്പോൾ അച്ഛൻ അമ്മയോട് സത്യം പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് വേണമെന്ന് ബാലൻ ചോദിക്കാം. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് അലീന കരഞ്ഞുകൊണ്ട് ബാലനോട് പറയുക. എല്ലാവരും കൂടി എന്നെ ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഞെക്കി കൊല്ലല്ലേന്നും അലീന പറയുക കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ ബാലന് ഭയങ്കര സങ്കടം. ആത്മഹത്യ പാപമാണെന്നാണ് എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എപ്പോഴേ ഞാനത് ചെയ്തതിനെ എന്നും അലീന ബാലനോട് പറയുക. അതൊക്കെ കേട്ടപ്പോൾ ബാലൻ മോളെ എന്നും പറഞ്ഞൊരു വിളി. അപ്പോൾ അങ്ങനെ വിളിച്ച് അച്ഛനും മോളും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ബാലൻ ഇത് കേട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയി. അങ്ങനെ തകർന്നു പോയിട്ട്, അനാഥാലയത്തിലാണ് നീ വളർന്നത്, അനാഥാലയത്തിൽ നിന്നാണ് നീ വന്നത്, നീ അനാഥാലയത്തിലേക്ക് പോയിക്കോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 മക്കളേ ഉള്ളൂ. അങ്ങനെ അതും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ. അലീന അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ബാലൻ ഇങ്ങനെ തിരിഞ്ഞ് അപ്പുറം സൈഡിലേക്ക് നോക്കി നിൽക്കുക. അലീന നേരെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു ബാഗ് എടുത്ത് ഇറങ്ങുവാണ്. ആ ഇറങ്ങുന്ന അലീന വീണ്ടും തിരിഞ്ഞ് അച്ഛനെ നോക്കുക. അച്ഛനും അവിടെ നിന്ന് കരയണു. ആ സമയത്ത് നമ്മുടെ അലീന ബാഗും എടുത്ത് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറകിൽ നിന്നൊരു വിളി. ആഹാരാ നമ്മുടെ മനു അലീന എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞെട്ടിപ്പോയി നമ്മുടെ അലീന. നീ ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം മനുവേട്ട എനിക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല മനു ആ സമയത്ത് അവിടെ വരുമെന്ന്. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? 3 ബസ് സ്റ്റാൻഡിലും ഞാൻ കയറി ഇറങ്ങി. ടൗൺ ബസ് സ്റ്റാൻഡിലും KSRTC സ്റ്റാൻഡിലും എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങി. സകല ബസ് സ്റ്റോപ്പിലും നോക്കി. നീ നേരെ ഇങ്ങോട്ടാണോ വന്നേ എന്നൊക്കെ ഇങ്ങനെ മനു ദേഷ്യത്തോടെ ചോദിക്കുന്നു. അച്ഛനോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് നീ ബാലചന്ദ്രനങ്ങളെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോവുകയാണെന്നും അച്ഛനോട് പറഞ്ഞെന്നും പറഞ്ഞു. എങ്ങോട്ട് പോവുകയാണെന്ന്? നീ എങ്ങോട്ടാ പോണേ? അപ്പോൾ എറണാകുളത്തോട്ട് പോകാം, രേവതിക്കുട്ടിയുടെ അടുത്തോട്ട് എന്ന് പറയുമ്പം, എന്നിട്ട് പിന്നെ അവിടെ നിന്നുകൊണ്ട് എവിടെയെങ്കിലും ജോലിക്ക് നോക്കാമെന്നൊക്കെ അലീന പറയുക. ബാലചന്ദ്രനങ്ങൾ അതിന് സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പം, പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്നോട് നിനക്ക് ചോദിക്കണ്ടേ? മനുവേട്ടനെ കാണാനും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ? എന്നെ കാണാതെ നീ പോകുമായിരുന്നോ? അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല മനുവേട്ടാ. അപ്പോൾ ഫോൺ എവിടെ പോയെന്ന് ചോദിച്ചു. അത് അവർ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു. അവരെന്ന് വെച്ചാൽ ആരാന്ന് ചോദിച്ചു. എൻ്റെ കൂടപ്പിറപ്പുകൾ, അല്ലാതെ ആരാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ നിന്നെ പോകാൻ അനുവദിച്ചു എന്നല്ല നീ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാ. പോയിട്ട് നീ എന്നാൽ തിരിച്ചു വരുന്നേ എന്ന് മനു അലീനോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി തിരിച്ചു വരവില്ല മനുവേട്ടാ. തിരിച്ചു വരവില്ലെന്നോ? അതെന്താ എന്നൊക്കെ മനു ചോദിക്കാം. അച്ഛൻ അങ്ങനെ എന്നോട് പറഞ്ഞത്. പോവുകയാണെങ്കിൽ പിന്നെ ബന്ധം മുറിച്ചിട്ട് പോയിക്കൊള്ളണം എന്ന്, തിരിച്ചിങ്ങോട്ട് വരരുതെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നീ അതങ്ങ് സമ്മതിച്ചു അല്ലേ? ഒറ്റ അടിയാൻ വെച്ചെന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനു അലീനക്കിട്ട് അടിക്കാൻ കൈ ഓങ്ങി. അപ്പോൾ നീ കളിക്കുകയാണോ? ഇതാണോടി ബാലചന്ദ്രനങ്ങൾ പറഞ്ഞ സമ്മതം? നീ വെറുതെ മണ്ടനാക്കാൻ നിൽക്കല്ലേ. അനുവാദം കിട്ടിപ്പോലും. നിനക്ക് എന്ത് പറ്റി അലീനെ എന്ന് ചോദിച്ചോണ്ട് മനു ദേഷ്യപ്പെടുക. എനിക്കെല്ലാം മനസ്സിലായി അങ്കിൾ എന്തുകൊണ്ടാണ് സമ്മതിച്ചതെന്ന്. നീ പോണമെന്ന് പറഞ്ഞ് അങ്കിളിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും വെറുപ്പോടെ പെരുമാറുമ്പോൾ ഞാൻ പോവല്ലാതെ വേറെ എന്ത് ചെയ്യും മനുവേട്ടാ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കാം. നിന്നെ അവരെല്ലാവരും പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട കാര്യം ഞങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ അത് പറയാത്തെ? അച്ഛന് ദേഷ്യം വരും, അച്ഛൻ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കും. അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നടന്ന സംഭവങ്ങളൊന്നും പറയാതെ മറച്ചു വെച്ചിട്ട് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് പ്രതികൂല സമ്മതം മേടിച്ചെടുത്ത് എന്ന് പറഞ്ഞ് ചെവി പിടിച്ച് പൊന്നാക്കി വിട്ടു. സൂത്രത്തിൽ നീ എസ്കേപ്പ് ആവാൻ നോക്കുവാണ്. ആ വെളച്ചിലത്ര നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞ് ചെവി പിടിച്ച് ഞെരുക്കിക്കൊണ്ടിരിക്കട്ടെ. പാവത്തിന് നന്നായി വേദനിക്കുന്നുണ്ട്. അങ്ങനെ ചെവി പിടിച്ച് ഭയങ്കര കരച്ചിൽ. നീ ഇവിടെ നിന്ന് കരയ, ഞാൻ പറയാതെ നീ ഇവിടെ നിന്ന് അനങ്ങിപ്പോയേക്കരുതെന്ന് മനു അലീനയോട് പറയുക. ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പോയി 2 പറയട്ടെ എന്ന് പറഞ്ഞ് മനു നേരെ ബാലനെ കാണാൻ പോയി. അപ്പം അലീന അവിടെ നിന്ന് നിപ്പിൽ ഇങ്ങനെ നിന്ന് കരയുക. പറഞ്ഞ അപ്പടെ അങ്ങനെ അനുസരിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. പോയ മനു തിരിഞ്ഞു വന്ന് നോക്കി അലീന ഇങ്ങനെ നിന്ന് കരയണു. എന്നിട്ട് മനു അനിലേൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചെവി ഇങ്ങനെ തൂത്തിട്ട് പോട്ടെ കേട്ടോ സാരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സമാധാനിപ്പിക്കുക. അപ്പം മനുവിനാണെങ്കിൽ അലീനയോട് ഭയങ്കര ഒരു സ്നേഹം. നല്ല കുട്ടിയായിട്ട് നിൽക്കുക കേട്ടോ, ഞാനിപ്പോൾ വരാവേ. പിന്നെ നിൽക്കുമോ? നിൽക്കാമെന്ന് അലീന പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു നമ്മുടെ മനു നേരെ ബാലനെ കാണാൻ പോയി. അലീന അവിടെ നിന്ന് കരയുക. ബാലനകത്ത് ഭയങ്കര വിഷമത്തിൽ തകർന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്കിളെ എന്നും പറഞ്ഞ് വിളിച്ച് ചെന്നു. മനു നീ പോയിട്ട് പെട്ടെന്ന് വന്നോ എന്ന് ചോദിച്ചു. അലീനയോട് അങ്കിൾ പറഞ്ഞോ ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്? അപ്പോൾ അതായത് അങ്കിളിൻ്റെ വീട്ടിലോട്ട് വരണ്ടാന്ന്. അപ്പോൾ അവൾ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മനു?
എനിക്ക് ദേഷ്യം വന്നു എന്ന് ബാലൻ പറയൂ കേട്ടോ. ആ ഒരു അവസ്ഥയിലാണല്ലോ ബാലൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയുക. അലീനയെ ഞാൻ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എനിക്കൊരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് കാണാനും അതുപോലെ ഒരാശ്വാസമാക്കു പറയാനും എൻ്റെ വേദന മനസ്സിലാക്കാനും പറ്റൊരാൾ എനിക്ക് വേണം എന്ന് പറയുമ്പം അതങ്ങള് പറഞ്ഞത് ശരിയാ അങ്കളെ, എല്ലാവർക്കും വേണം ആരുടെയെങ്കിലുമൊക്കെ ഒരു പിന്തുണ. അപ്പോൾ അങ്ങനെ എൻ്റെ സപ്പോർട്ട് അവൾക്കും വേണമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവൾക്കൊപ്പം തന്നെ നിൽക്കുന്നതെന്ന് ബാലൻ പറയുക. അലീന എൻ്റെ ആരെങ്കിലും ആണോ? അല്ല. ഞാൻ സ്നേഹിക്കേണ്ടവളാണോ? അല്ല. പിന്നെ ഞാൻ അലിവോടും കരുണയോടും കൂടി പെരുമാറേണ്ട കാര്യമുണ്ടോ? അതുമില്ല. പിന്നെ എന്നിട്ടും നമ്മൾ ഗാഡി അത് നിർത്തിയിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു ചെന്ന് ബാലൻ്റെ അരികിലിരുന്നു. പെണ്ണല്ലേ അങ്കിളെ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ ഒരു മനക്കരുത്തുണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പം ഞാനല്ലേടാ ഉള്ളത്, ഞാനില്ലേ മനു, ഞാനല്ലേ അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണയും ആശ്വാസവും കിട്ടേണ്ട സമയം അതിതല്ലേ. അപ്പോൾ അവള് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് സ്ഥലം വിടാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അവള് പോയിക്കോട്ടെ. അപ്പം ഇതുവരെ കൂടെ നിന്ന് നമ്മളാരായി? ഒരു ക്രൈസിസ് വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കല്ലേ, അല്ലാതെ വാരി കെട്ടിക്കൊണ്ട് പോവാണോ വേണ്ടത്? ഒരു ഫോൺ ചെയ്ത് ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകുന്നെങ്കിൽ പോയിക്കോളാമെന്ന് പറയുമ്പോൾ അങ്കിളെ അലീനയുടെ കയ്യിൽ ഫോണില്ല, അത് എൻ്റെ അമ്മയും ഹരിയും കൂടെ പിടിച്ചു പറിച്ചെടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാലൻ ഞെട്ടലോടെ നോക്കുക. പിടിച്ചു പറിക്കേ? അവൾ സ്വമേധയെ ഇറങ്ങിപ്പോയതല്ല, അവരെല്ലാവരും കൂടെ പാക്ക് ചെയ്ത് അലീനയെ കാറിൽ കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതാ. ഇത് കേട്ടപ്പോൾ ബാലൻ നടുങ്ങി. ഇനി ഇവിടെ കണ്ടുപോകരുതെന്നും വാണിങ്ങും കൊടുത്തു. ചാടിയങ്ങ് എഴുന്നേറ്റില്ലേ നമ്മുടെ ബാലൻ. സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. സത്യാങ്കളെ ഞാൻ ഈ പറയുന്നേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അലീന ഇല്ല. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവരവളെ ഇറക്കി വിട്ടതാണെന്ന്. ഇനി അവിടെ ഒരു കലാശക്കൊട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അമ്മയും അച്ഛനും ഹരിയും കൂടെ ചേർന്ന് അങ്കിളിൻ്റെ വീട്ടുഭരണം അങ്ങ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിച്ചു ബാലൻ ഏതെങ്കിലും ഓടി നടന്ന് അന്വേഷിക്കുക. ഞാൻ അപ്പുറം പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് മനു പറയുമ്പോൾ വിളിക്കുക ഇങ്ങോട്ട്, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മനു പോയി അവളെ വിളിച്ചുകൊണ്ട് വരിക. ബാലൻ അന്നേരം അവിടെ ഇരിക്കുന്നു ഭയങ്കര ദേഷ്യത്തിൽ. അലീന പേടിച്ചും ബാലൻ്റെ മുന്നിൽ വന്നു. പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ബാലൻ അതിനേക്കാളും വലിയ ദേഷ്യം അലീനയോട്. എന്ത് പറയണമെന്ന് അലീനയ്ക്കും അറിയില്ല, എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉള്ള ഒരു ഇതിലിരിക്കുക ബാലൻ. നീ ബസ് സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഓട്ടോ പിടിച്ചാന്ന് പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നേ? അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറ, ചോദിക്കുന്നതിന് ഉത്തരം പറ ലീന. എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? ഇനിയും വഴക്കുണ്ടാവുമല്ലോ എന്ന് പേടിച്ചിട്ടാ, അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളായ നിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നാട്ടി ഇറക്കി വിടാൻ എൻ്റെ ഭാര്യ വീട്ടുകാർക്ക് കഴിഞ്ഞെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ ആരായി? നീ പറയാൻ പറഞ്ഞു. വെറും കിഴങ്ങനായി പോയില്ലേ ഞാൻ? അന്തസ്സും ആണത്തും ഇല്ലാത്തവനായി പോയില്ലേ ഞാൻ? നീ അത് ശരിവെച്ച് കൊടുക്കുകയാണോ വേണ്ടത്? നീ ഇങ്ങനെയാണോ അതിന് പ്രതികരിക്കേണ്ടത്? ആണോ അലീന? ആണോ പറ. ആണോ അല്ലയോ? അലീന നിന്ന് കരയാനും തുടങ്ങി, ഒന്നും മിണ്ടുന്നുമില്ല. മനു ഇതൊക്കെ കെട്ടിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പം അലീനയ്ക്ക് ഞാൻ പോയ കുറേ പേർക്ക് സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പം നീ വേറെ ആരുടെ സമാധാനം നോക്കണ്ട, എൻ്റെ സമാധാനം അതുമാത്രം നീ നോക്കിയാൽ മതി. ഞാനാണ് നിന്റെ സംരക്ഷകൻ, അത് നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീന അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അതുപോലും അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീടുകൊണ്ടേ ഇരിക്കാം. മേലാൽ ഇങ്ങനത്തെ പണി കാണിച്ചു പോയേക്കരുതെന്ന് ബാലൻ താക്കീതും കൊടുത്തു. അപ്പം അലീന ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കിണുങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ അലീനയ്ക്ക് പറ്റിയ ആ ഒരു ഇതെല്ലാം ബാലനോട് മനു വന്ന് പറഞ്ഞതുകൊണ്ട് ബാലൻ അതൊക്കെ അറിഞ്ഞു. ഇനി തൻ്റെ മകളുടെ കയ്യും പിടിച്ച് ബാലനൊരു പോക്കുണ്ട്. അവിടെ ചെന്ന് എല്ലാത്തിനെയും കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കുകയാണ്. തൻ്റെ മകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കമലയെയും ശിവനെയും ആ ഹരിയെന്ന് പറയുന്ന നാണം കെട്ടവനെയും ഒക്കെ കുറ്റിച്ചൂലിനടിച്ച് പുറത്താക്കുന്ന നമ്മുടെ ബാലൻ്റെ ഇടിവെട്ട് പ്രകടനമാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബാലനോടുള്ള ഇഷ്ടം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വന്നുകൊണ്ടിരിക്കുക അല്ലേ. അത്രയ്ക്ക് നല്ല ഒരു അച്ഛൻ്റെ സ്നേഹം നമുക്കൊക്കെ മുന്നിൽ കാണിച്ചു തരുന്നു നമ്മുടെ ബാലൻ. എന്തായാലും ഇതിന് ശേഷം ഇനി വൈജയന്തിയുടെ അവസ്ഥ എന്താകും? കുറ്റിച്ചൂലിന് അടിച്ചിറക്കിയിട്ടുള്ള ബാലൻ
വൈജയുടെ ആംഗ്ലയുടെയും നാത്തൂൻ്റെയൊക്കെ അവസ്ഥ എന്താകും, സ്വന്തം ഇതിനെല്ലാം കൂട്ടുനിന്ന സ്വന്തം മക്കളുടെ അവസ്ഥ ഇനി എന്താകും, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് നമ്മുടെ അടിപൊളി കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റാ, സീ കെൻ ടേക്ക് കെയർ, ബൈ ബൈ.